ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. റോയ്സ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട, MM ചാക്കോ, MP അഭിലാഷ്, PC പോൾ, PS വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിൽ പോകാൻ വലിയ പ്രയാസമാണ്. താബോറിൽ നിന്ന് പാലാവരി പോയാണ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. വയക്കര പോയവരുണ്ട്. തിരുമേലാണ് മിക്കവാറും. നമ്മുടെ മന്ത്രി എന്താ സംശയം, നമ്മുടെ റോജി M. ജോൺ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി താബോറിൽ നിന്ന് അതുവഴി നടന്ന് ആ വലിയ ഇറക്കമൊക്കെ ഇറങ്ങി ആണ് ഇവിടെ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. അപ്പം അങ്ങനെ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറി റോഡ് നേരെ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രീതി മാറിയിട്ടുണ്ട്. നമ്മുടെ കേരളം, നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ കേരളത്തിനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റണം. വിദേശത്തുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലേക്ക് പഠിക്കാൻ വരുവാണ്. ആരെന്തെല്ലാം പറഞ്ഞ് വിശാലമായ ബുദ്ധിജീവികളൊക്കെ പറയാം, അതിനപ്പുറത്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ കേരളത്തിൽ, നമ്മളെല്ലാം ജീവിക്കുന്ന ഈ കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ SSLCക്കും +2നും നല്ല മാർക്ക് മേടിച്ച് ജയിച്ചിട്ടുണ്ട്. ആ നല്ല മാർക്ക് മേടിച്ച് ജയിച്ചു. ഇനി നിങ്ങൾ ഉന്നത വിജയത്തിന് പോകും. നിങ്ങൾ ഡിഗ്രിയോ നിങ്ങൾക്ക് വിശാലമായ സാധ്യതയാണ്. എവിടെയും നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ല, അതല്ലെങ്കിൽ അടുത്തത്. നിങ്ങൾ ജയിച്ചവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കൊടുക്കൊരു കൈയടി വേണ്ടേ അഭിനന്ദനം. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു. ചിലപ്പം തോറ്റവരുണ്ടാകും. ഈ ജയിച്ചവരിൽ തന്നെ ഉദ്ദേശിച്ച അത്ര A+ കിട്ടാത്തവരുണ്ടാവും. A+ കിട്ടിയതൊക്കെ നല്ല അവർക്ക് കൈയടിയും കൊടുത്തു. എന്നാൽ ഒരു A+ കിട്ടിയില്ല, നല്ലൊരു വിഷയത്തെ നമ്മൾ ജയിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം പോയോ? ഒന്നും പോയിട്ടില്ല. ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവുണ്ട്. അദ്ദേഹത്തിന് കണക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അങ്ങനല്ലേ? കണക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. മറ്റു വിഷയത്തിലൊക്കെ പുള്ളി ജയിച്ചിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റുമല്ല. അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്രം നമ്മൾ പഠിച്ചില്ലേ? ഓരോരുത്തർക്കും ഓരോ കഴിവില്ലേ? തോറ്റം ചില പിള്ളേർ തോറ്റെന്ന് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം SSLC റിസൾട്ട് വന്നാൽ, +2 റിസൾട്ട് വന്നാൽ പിറ്റേ ദിവസം നമ്മളെ ദുഃഖിക്കുന്ന കുറേ വാർത്തയാണ്. കുറച്ച് പിള്ളേർ ആത്മഹത്യ ചെയ്തു. ഞാൻ വിചാരിച്ച ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഒരു മാർക്കും കിട്ടിയില്ലാത്ത ആളുകൾ നമ്മൾ കാണുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ എത്ര ഉന്നതമായ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കഴിവില്ലേ? ഓരോ കഴിവുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ മാർക്ക് കാര്യമായി കിട്ടിയില്ല എന്ന് ധരിക്കുന്ന ആളുകൾ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായ കഴിവുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 24